ഇസ്രായേൽ സേനയ്ക്ക് ചെറിയ തിരിച്ചടികൾ കിട്ടുമ്പോഴേക്കും കേരളത്തിൽ ഉയരുന്ന പ്രചാരണം അവർ തകർന്നു തരിപ്പണമായി എന്നാണ്. 2 ദിവസം മുമ്പ് കേരളത്തിൽ ഇസ്ലാമോ ലെഫ്റ്റ് ആഘോഷിച്ച വാർത്തയായിരുന്നു ഹൂതികളുടെയും ഹിസ്ബുള്ളയുടെയും ആക്രമണങ്ങൾ. ഹമാസിന്റെ തുരങ്കങ്ങളിലെ ചെറുത്തുനിൽപ്പ് മൂലം ഇസ്രായേൽ സേന ആകെ വലഞ്ഞെന്നും അവർ പിന്മാറിയെന്ന് പോലും പലരും വാർത്ത കൊടുത്തു. എന്നാൽ ഇതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല. ഗസയിലെ ഹമാസിന്റെ തുരങ്കങ്ങൾ നിർവീര്യമാക്കുക എന്ന ലക്ഷ്യത്തിന് സമയമെടുക്കുമെന്ന് IDF നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ 150ഓളം തുരങ്കങ്ങൾ ഇതിനോടകം തന്നെ അവർ തകർത്തു കളഞ്ഞിരുന്നു. ചെങ്കടലിൽ ഭീതി ഉയർത്തുന്ന ഹൂതികളെ മെരുക്കാനായി അമേരിക്ക അടക്കമുള്ള സംയുക്ത സേന ഇറങ്ങിക്കഴിഞ്ഞു. ഇസ്രായേൽ നേവിയും ഒപ്പമുണ്ട്. ഇതിനിടെ ലെബനിലെ ഹിസ്ബുള്ളക്കെതിരെയും അവർ ആക്രമണം ശക്തമാക്കി. അതായത് 3 ഭാഗത്തു നിന്നുള്ള ശക്തികളെ ഒരുപോലെ നേരിടുകയാണ് ഈ കുഞ്ഞൻ രാഷ്ട്രം. പക്ഷേ ഇസ്രായേലിന് ഇത് പുത്തരിയല്ല. 48-ൽ പിറന്നു വീണ അന്നു തൊട്ട് അറബ് രാഷ്ട്രങ്ങളുടെ വളഞ്ഞിട്ടുള്ള ആക്രമണം നേരിട്ടവരാണ് അവർ. 67-ൽ വെറും 6 ദിവസം കൊണ്ടാണ് ഈജിപ്ത് അടക്കമുള്ള 11 ഇസ്ലാമിക രാജ്യങ്ങളെ ഈ കൊച്ചു രാഷ്ട്രം തകർത്തെറിഞ്ഞത്. ആ പാരമ്പര്യം ഇസ്രായേൽ ഇപ്പോഴും നിലനിർത്തുന്നു. അന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് എത്രയോ കൊച്ചു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ ലെബനോൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഭീകരരെ ശരിക്കും വിറപ്പിച്ചു. തെക്കൻ ലെബനിൽ ഒറ്റ രാത്രി കൊണ്ട് 4 ഹിസ്ബുള്ള ഭീകരരെയാണ് അവർ വധിച്ചത്. അതിർത്തി പട്ടണമായ നബൂറയിലാണ് സംഭവം. ഹിസ്ബുള്ള നേതാവ് അടക്കമുള്ളവരെയാണ് സൈന്യം വധിച്ചത്. ബെയ്റൂട്ടിൽ മുതിർന്ന ഹമാസ് ഭീകരനെ വധിച്ച് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് ഹിസ്ബുള്ള ഭീകരർക്കും ഇസ്രായേൽ വൻ തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 7-ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് മുതൽ ഭീകരരെ എല്ലാം വകവരുത്തുന്നതിനായുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ. ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുള്ള ഭീകരർ രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഹമാസ് ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കാൻ ആരംഭിച്ചത്. ഏകദേശം 3 മാസമായി നടക്കുന്ന യുദ്ധത്തിൽ ലെബനിൽ 129 ഹിസ്ബുള്ള ഭീകരരെയാണ് ഇസ്രായേൽ സൈന്യം ഇതിനോടകം വധിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ഹമാസ് ഭീകര നേതാവ് സാലിഹ് അൽ അരൂരി അടക്കം 6 ഭീകരരെയും തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രത്തിൽ വച്ച് ഇസ്രായേൽ വധിച്ചിരുന്നു. ഹിസ്ബുള്ളയുടെ 1 ഡസനിലേറെ കമാൻഡർമാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. തങ്ങളുടെ കമാൻഡർമാർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള സമ്മതിച്ചിട്ടുണ്ട്. അബ്ബാസ് ഫൈസി, മുഹമ്മദ് അഹമ്മദ് കാസിം എന്നിവർ കൊല്ലപ്പെട്ടെന്നാണ് സ്ഥിരീകരണമുള്ളത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം 3 മാസം പിന്നിടുമ്പോൾ ഹമാസ് ഭീകരർ വ്യാപകമായി കൊല്ലപ്പെടുകയാണ്. 5000ഓളം ഹമാസ് സൈനികരെ കൊന്നുവന്നു. 300-ലേറെ തുരങ്കങ്ങൾ തകർത്തു. 150ഓളം ഹമാസിന്റെ കമാൻഡർമാർ തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഹമാസ് ഭീകരരെ മുച്ചോട് മുടിക്കും എന്നുറപ്പിച്ച് തന്നെയാണ് നെതന്യാഹു ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നത്. അതേസമയം സമാധാന ഉടമ്പടികൾ മുന്നോട്ട് വച്ച് നിരവധി രാജ്യങ്ങൾ ഇത്തരത്തിലൊരു ആശയം പ്രകടിപ്പിച്ചുവെങ്കിലും അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നെതന്യാഹു മുന്നേറുന്നത്. ഹമാസിന്റെ ഒറ്റ നേതാക്കളെ പോലും ഈ ലോകത്ത് വെച്ചുകൊണ്ടിരിക്കില്ല എന്നാണ് നെതന്യാഹു പറയുന്നത്.